ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു MJ's നോളജ് ഹബ്. MJ ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ +1 ഫിസിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷനുമായിട്ടാണ്. പ്രഷർ ഇൻ കൈനറ്റിക് തിയറി. കൈനറ്റിക് തിയറി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഏറ്റവും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് കേക്ക് ലൈക്ക് അടിച്ചേക്ക്. സോ നമ്മളിവിടെ നോക്കുമ്പം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ക്യൂബിക് വെസലിൽ 1 മോൾ ഗ്യാസ് എടുത്തിട്ടുണ്ട്. ഒരു ക്യൂബിക് വെസലിനകത്ത് ഞാൻ ഒരു 1 മോൾ ഗ്യാസ് എടുത്തിട്ടുണ്ട്. ആ 1 മോൾ ഗ്യാസിലെ ഒരു മോളിക്യൂളിനെയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ആ ഒരു മോളിക്യൂൾ എന്ന് പറയുന്നത് v വെലോസിറ്റിയിൽ വാൾ 1ലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. W1 എന്ന് പറഞ്ഞാൽ വാൾ 1, പിന്നെ അപ്പുറത്ത് വാൾ 2 ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യാണ്, ഒരു മോളിക്യൂൾ 1 മോൾ ഗ്യാസിലുള്ള ഒരു മോളിക്യൂളിനെ മാത്രമേ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളൂ. ആ ഒരു മോളിക്യൂൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വാൾ 1ലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കണ്ടെയ്നറിന്റെ പ്രത്യേകത, അതായത് ഈ ക്യൂബിക് വെസലിന്റെ പ്രത്യേകത എന്താണ്, ഇതിന് സൈഡ് 1 മീറ്റർ ആണ്. അതായത് ഇതിന്റെ സൈഡ് എല്ലാം എന്താണ്, യൂണിറ്റി ആണ്. അതിന് ഈ ഡെറിവേഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. ഈ പറയുന്ന ലൈൻ അടിവരെ ഇട്ട് വെച്ചോളൂ. അതിന്റെ സൈഡ് 1 മീറ്റർ ആണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതെന്തായാലും നിങ്ങൾ എഴുതിയിരിക്കണം. കൺസിഡർ 1 മോൾ ഓഫ് ഗ്യാസ് ടേക്കൺ ഇൻ എ ക്യൂബിക് വെസൽ വിത്ത് സൈഡ് യൂണിറ്റി. എന്താണ്, ഒരു മോൾ ഗ്യാസിനെ ഞാൻ ഒരു ക്യൂബിക് വെസലിനകത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡ് എന്താണ്, യൂണിറ്റി ആണ്. ഇനി നമുക്കറിയാം, മോളിക്യൂൾസ് തമ്മിൽ 2 തരത്തിലാണ് പ്രഷർ ഉണ്ടാവുക. ഒന്നെങ്ങനെയാണ്, മോളിക്യൂൾസ് തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ അവിടെ ഒരു പ്രഷർ ഉണ്ടാകാം. രണ്ടാമത്തെ കേസ് എന്താണ്, മോളിക്യൂൾസും വാൾസും തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ അവിടെ ഒരു പ്രഷർ ഉണ്ടാകാം. സോ നോക്കാം, ഞാനിവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളത് മോളിക്യൂൾസും വാളും തമ്മിലുള്ള ഉണ്ടാകുന്ന പ്രഷറാണ്. മോളിക്യൂൾസും വാൾസും തമ്മിൽ കൊളൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രഷറാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ദ മൊമെൻറ്റം ഇമ്പാർട്ടർ ഓൺ ദ വാൾ എക്സ്പീരിയൻസ് പ്രഷർ. മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ ഇമ്പാക്റ്റ്. ഈ മൊമെൻറ്റം എന്താണ്, ഇമ്പാക്റ്റ്, വാളിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് മൂലം ഒരു പ്രഷർ ഉണ്ടാവുമല്ലോ. അതാണ് ഞാൻ ഇവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ എന്താണ്, മോളിക്യൂൾസ് വാളിൽ ഉണ്ടാകുന്ന പ്രഷറാണ്. നമ്മൾ ഇനി എന്ത് ചെയ്യുമെന്നറിയോ, നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ആദ്യം മൊമെൻറ്റം കാണും. മൊമെൻറ്റത്തിൽ നിന്ന് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ പ്രകാരം എന്ത് ചെയ്യും, ഫോഴ്സ് കാണും. എങ്ങനെയാണ്, dp/dt അല്ലെങ്കിൽ ΔP/ΔT വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫോഴ്സ് കാണും. ഫോഴ്സിൽ നിന്ന് ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, പ്രഷർ കിട്ടും. ആദ്യം മൊമെൻറ്റം, പിന്നെ ഫോഴ്സ്, പിന്നെ പ്രഷർ. സോ നേരെ നോക്കാം എന്താ സംഭവിക്കാൻ നോക്കാം. നോക്ക്, ഇതേ മോളിക്യൂൾ ഇത് v വെലോസിറ്റിയിൽ x ഡയറക്ഷനിൽ സഞ്ചരിക്കുകയാണ്. ഇത് x, ഇത് z, ഇത് y. ഇപ്പൊ എന്താണ്, മോളിക്യൂൾ എന്ത് ചെയ്യാണ്, എക്സ് ഡയറക്ഷനിലോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മൊമെന്റം ബിഫോർ കൊളീഷൻ, ഈ പോകുന്ന മൊമെന്റം എന്താണ്, എക്സ് ഡയറക്ഷനിലോട്ട് പോകുന്ന മൊമെന്റം എന്താണ്, മൊമെന്റം എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റി. ഇവിടെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഞാൻ ഇങ്ങോട്ട് പോസിറ്റീവ് എടുത്തു, ഇങ്ങോട്ട് നെഗറ്റീവ് എടുത്തു, ബാക്കിലോട്ട് എന്ത് ചെയ്തു, നെഗറ്റീവ് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ മൊമെന്റം ബിഫോർ കൊളീഷൻ എന്താണ്, mv ആണ്. ആൻഡ് അടുത്തെന്താണ്, മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ. എന്താണ് മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ വരിക, അതെ ഇവിടെ തട്ടി കൊളൈഡ് ചെയ്ത് തിരിച്ച് ഇങ്ങോട്ട് വന്നു. അപ്പോൾ മാസിനൊരു വ്യത്യാസമില്ല, പക്ഷെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ മാറും. അങ്ങോട്ട് തട്ടി തിരിച്ച് ഇങ്ങോട്ട് എക്സ് ഡയറക്ഷനിലോട്ട് തന്നെ വരുന്ന രീതിക്കാണ് നമ്മളിത് കൺസിഡർ ചെയ്തിട്ടുള്ളതെങ്കിൽ അവിടെ എന്താണ്, -mv ആകും. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ മൊമെന്റം എന്താണ്, ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം. ഫൈനൽ മൊമെന്റം എന്ന് പറയുന്നത് -mv ആൻഡ് മൈനസ് ഒരു എംവിയും കൂടി. ഇതെന്താണ്, പി ഫൈനൽ മൈനസ് പി ഇനീഷ്യൽ ആണ്. ഇവിടെ എന്താ വരിക, -2mv. അപ്പം ചേഞ്ച് ഇൻ മൊമെന്റം ബൈ മോളിക്യൂൾസ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. മോളിക്യൂൾ ഉണ്ടാക്കുന്ന ചേഞ്ച് ഇൻ മൊമെന്റം ആണ് വേണ്ടത്. പക്ഷെ നമുക്ക് വേണ്ടത് ചേഞ്ച് ഇൻ മൊമെന്റം ഓൺ ദ വാളാണ്. വാളിൽ ഉണ്ടാവുന്ന ചേഞ്ച് ഇൻ മൊമെന്റം ആണ്. അതെങ്ങനെ കാണാം, അതിനുവേണ്ടി ഞാൻ സിമ്പിൾ ട്രിക്ക് പറഞ്ഞുതരാം. ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ആ മോളിക്യൂളിനെയും ആ വാളിനെയും ഒരു സിസ്റ്റം ആക്കി കൺസിഡർ ചെയ്യാൻ പോവാണ്. ഇത് രണ്ടും കൂടി ചേർന്നതാണ് ഒരു സിസ്റ്റം. ആ സിസ്റ്റത്തിലേക്ക് ഞാൻ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും കൊടുക്കുന്നില്ല. നിങ്ങൾ അസ്യൂം ചെയ്യുക, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പോലും ഇല്ല എന്ന് അസ്യൂം ചെയ്യുക. അവിടേക്ക് എന്തില്ല, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലെങ്കിൽ ഇപ്പോൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം പ്രകാരം എന്താണ്, ഇഫ് എക്സ്റ്റേണൽ ഫോഴ്സ് 0 എന്താണ്, ദ മൊമെന്റം റിമെയിൻസ് കോൺസ്റ്റന്റ് എന്നാണ്. അപ്പോൾ ഈ സിസ്റ്റത്തിന്റെ മൊമെന്റം എന്ന് പറയുന്നത് എന്താണ്, ഈ മൊമെന്റം എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് ആണ്. പി ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണ്. അതിനാണെങ്കിൽ ചേഞ്ച് ഇൻ മൊമെന്റം എന്താണ്, മൊമെന്റം കോൺസ്റ്റന്റ് ആണെങ്കിൽ, മൊമെന്റം മാറുന്നില്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവോ, ഇല്ല. അപ്പോൾ അത് 0 ആയി. ഇവിടെ 2 മുഖേനയാണ്, ടോട്ടൽ ചേഞ്ച് ഇൻ മൊമെന്റം ആണ് 0. ഇവിടെ 2 തരത്തിൽ ചേഞ്ച് ഇൻ മൊമെന്റ് ഉണ്ടാകാലോ. ഒന്ന് മോളിക്യൂൾസ് കാരണം, മറ്റേന്ത് കാരണമാണ്, മറ്റേത് നമ്മുടെ വാള് കാരണം ഉണ്ടാകാം. അപ്പൊ ΔP മോളിക്യൂള് പ്ലസ് ΔP വാള് is equal to 0 എന്ന് പറയാം നമുക്ക്. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുക, നമുക്കറിയാം ΔP ബൈ മോളിക്യൂൾ എന്താണ്, ഇത് ഇപ്പൊ കണ്ടുപിടിച്ചിട്ടുള്ളൂ, -2mv. അതിനോട് എത്ര ഒരു വാല്യൂ കൂട്ടി കഴിഞ്ഞാൽ 0 കിട്ടും. ഒരു -2mv എന്ത് കൂട്ടിയാലാ 0 കിട്ടുക,
ഉറപ്പായിട്ടും അത് 2 MV കൂട്ടിയാൽ രണ്ടും കൂടി ക്യാൻസൽ ആയി പോകും. അങ്ങനെയാണെങ്കിൽ അത് 2 MV ആണ്. സോ ചേഞ്ച് ഇൻ മൊമെന്റം ഓൺ ദ വാൾ എന്താണ്? ഇത് ചേഞ്ച് ഇൻ മൊമെന്റം ഓൺ ദ വാൾ എന്താടാ? 2 MV. ആ നെഗറ്റീവ് അങ്ങ് ഒഴിവാക്കിയാൽ മതി. അപ്പൊ ചേഞ്ച് ഇൻ മൊമെന്റം ഓൺ ദ വാൾ എന്താണ്? 2 MV. ഇതൊന്ന് ഓർത്ത് വെക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് എന്ത് ചെയ്യുക, 2 MV എന്ന് പഠിച്ചാൽ മതി. എന്താണ്? 2 MV ആണ്. ഇനി അടുത്തത് ബിറ്റ്വീൻ, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ബിറ്റ്വീൻ വാൾ 1 ആൻഡ് വാൾ 2 മോളിക്യൂൾസ് ട്രാവൽസ് V ടൈംസ്. അതായത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത്, ഞാനിപ്പോൾ എക്സ് ഡയറക്ഷൻ ആയിട്ട് ഇന്നെ ഇടത്തെ ഭാഗം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സൈഡ് 1 മീറ്റർ ആണ്. എന്താണ്? ഇടത്തെ ഡയറക്ഷൻ്റെ സൈഡ് എന്താണ്? 1 മീറ്റർ ആണ് ആ സൈഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാണ് എൻ്റെ വെലോസിറ്റി ഇപ്പോൾ 3 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചിന്തിക്കുക? അതായത് അവൻ ഒരു സെക്കൻഡിൽ 3 മീറ്റർ സഞ്ചരിച്ചു. ഒരു സൈഡ് 1 മീറ്റർ ആണെങ്കിൽ അവൻ ഒരു തവണ അങ്ങോട്ടും ഒരു തവണ ഇങ്ങോട്ടും വീണ്ടും ഒരു തവണ അങ്ങോട്ടും പോയിട്ടുണ്ടാവും. ശരിയാണോ അല്ലേ? ഇതിന് കാരണം എന്താണ്? സൈഡ് ഈസ് 1 മീറ്റർ ആണ് കാരണം. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാം, ഞാൻ 2 മീറ്റർ പെർ സെക്കൻഡ് സഞ്ചരിച്ചെന്ന് പറഞ്ഞാലോ, ഞാൻ ഒരു തവണ അങ്ങോട്ട് പോയി തിരിച്ചു ഒരു തവണ ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ മോളിക്യൂൾസ് സൈഡ് 1 മീറ്റർ ആയൊരു നമ്മൾ വെസലാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. മോളിക്യൂൾസിന്റെ വെലോസിറ്റി V ആണെങ്കിൽ അവർ എത്ര ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ടാവും? V ടൈംസ്. സോ ബിറ്റ്വീൻ വാൾ 1 ആൻഡ് വാൾ 2 മോളിക്യൂൾസ് ട്രാവൽസ് V ടൈംസ് കൊണ്ട് മോളിക്യൂൾസ് എന്ത് ചെയ്തിട്ടുണ്ടാവും? ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. ശരിയാണോ അല്ലേ? അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇവർ V ടൈംസ് ട്രാവൽ, ഞാൻ ഇപ്പോൾ 2 മീറ്റർ പെർ സെക്കൻഡ് ട്രാവൽ ചെയ്തു എന്ന് പറയുമ്പോൾ ഞാൻ ഒരു സെക്കൻഡിൽ 2 മീറ്റർ ട്രാവൽ ചെയ്തു. ഒരു തവണ അങ്ങോട്ടും ഒരു തവണ ഇങ്ങോട്ടും. കാരണം എന്താണ്? സൈഡ് 1 മീറ്റർ ആണ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഞാൻ എത്ര തവണ ഇവിടെ ടച്ച് ചെയ്തു? ഒരു തവണ അങ്ങോട്ട് പോയി അവിടെ ഒരു തവണ ടച്ച് ചെയ്തു, ഒരു തവണ ഇവിടെയും ടച്ച് ചെയ്തു. 2 മീറ്ററിന്റെ പകുതി എന്ന് പറയുമ്പോൾ ഒറ്റ തവണ ഞാൻ അവിടെ ടച്ച് ചെയ്തിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇവിടെ വരിക? അതായത് സോ നമ്പർ ഓഫ് കൊളീഷൻ ഓൺ വാൾ 1 ഇത് വാൾ 1 വാൾ 2 ഇടയിൽ ഓടിക്കൊണ്ടിരിക്കുക V ടൈംസ്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് കൊളീഷൻ, ഒരു വാൾ ഉണ്ടാകുന്ന കൊളീഷന്റെ നമ്പർ എത്രയാവും? അതെ, അതിന്റെ വെലോസിറ്റിയുടെ പകുതി V/2 ആണ് അതിന്റെ എന്ത്? നമ്പർ ഓഫ് കൊളീഷൻസ് ഓൺ വാൾ 1. അങ്ങനെ അപ്പോൾ നമുക്കറിയാം മൊമെന്റ് എന്തിനേയും കൂടി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് മൊമെന്റ് മാറാൻ ഒരു കാരണമാണ് നമ്പർ ഓഫ് കൊളീഷൻസ്. എത്ര കൊളീഷൻ ഉണ്ടോ അത്രയും മൊമെന്റ് കൂടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? മൊമെന്റത്തിന്റെ കേസിൽ എന്തും കൂടി കൺസിഡർ ചെയ്യണം? നമ്പർ ഓഫ് കൊളീഷൻസും കൂടി കൺസിഡർ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്? നമ്പർ ഓഫ് കൊളീഷൻസും കൂടി കണ്ടത്. സോ ടോട്ടൽ ചേഞ്ച് ഇൻ മൊമെന്റം കൊണ്ട് വാൾ എന്താണ്? ഈ നമുക്കറിയാം വാളിലുണ്ടായ ചേഞ്ച് ഇൻ മൊമെന്റം 2 MV ആണ്. ഈ 2 MVയുടെ കൂടെ ആരെ മൾട്ടിപ്ലൈ ചെയ്യണം? V/2 മൾട്ടിപ്ലൈ ചെയ്യണം. ശരിയാണോ അല്ലേ? ഈ 2 ക്യാൻസൽ. ബാക്കി ആരാ ഉള്ളത്? MV² ആണുള്ളത്. MV² ആണ് ബാക്കിയുള്ളത്. ഇത് ഇൻറ്റു ആണ്. അതായത് 2 MV × V/2 ചെയ്ത് നോക്കിയാൽ 2 × കട്ട് ചെയ്യാൻ പറ്റും. ഞാൻ അപ്പോൾ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ഇട്ടുള്ളത്. കുഴപ്പമില്ല. ഞാൻ നിങ്ങളോട് തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഞാൻ ഇതിൽ ഒരു മോളിക്യൂളിനെ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. ഇവിടെ N മോളിക്യൂൾസ് ഉണ്ട്. അതായത് 1 മോളിൽ N മോളിക്യൂൾസ് ഉണ്ട്. ശരിയാണോ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഫോർ N മോൾസ് എന്താണ്? N മോളിക്യൂൾസ് അല്ലെങ്കിൽ N മോളിക്യൂൾസിന് എന്താണ്? ഇതെന്താവും? NMV. വെറും V² അല്ല, V⁻². കാരണം എന്താണ്? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് മോളിക്യൂൾസ് റാൻഡം മോഷനിലാണ്. അല്ലെങ്കിൽ കൈനറ്റിക് തിയറി പ്രകാരം മോളിക്യൂൾസ് ട്രാവൽ ഇൻ റാൻഡം മോഷൻ. റാൻഡം മോഷനിൽ സഞ്ചരിക്കുന്ന മോളിക്യൂൾസിന്റെ പ്രത്യേകത എന്താണ്? അവർക്ക് ഡിഫറൻറ്റ് വെലോസിറ്റി ആവും. ഒരു മോളിക്യൂളിനെ കൺസിഡർ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് സുഖമായിട്ട് വെലോസിറ്റി പറയായിരുന്നു. പക്ഷെ ഇവിടെ N മോളിക്യൂൾസ് ഉണ്ട്, ധാരാളം മോളിക്യൂൾസ് ഉണ്ട്. സോ നമുക്ക് കറക്റ്റായിട്ട് വെലോസിറ്റി പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ആവറേജ് വെലോസിറ്റി എടുക്കും. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുക? V ഇട്ട് കൊടുത്തിട്ട് അതിന്റെ മേലെ ഒരു ബാർ ഇട്ട് കൊടുക്കുക. V⁻². ഓക്കെ ആണോ? V⁻². ഫോർ N മോളിക്യൂൾസ് ആയതുകൊണ്ട് ഒരു N കൂടി ചേർന്ന് വന്നു, അത്രേ ഉള്ളൂ. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? മൊമെന്റം കിട്ടി. അതായത് ചേഞ്ച് ഇൻ മൊമെന്റം കിട്ടി. ചേഞ്ച് ഇൻ മൊമെന്റത്തിൽ നിന്ന് എങ്ങനെ നമുക്ക് എന്ത് കാണാം? ചേഞ്ച് ഇൻ മൊമെന്റത്തിൽ നിന്ന് എങ്ങനെ ഫോഴ്സ് കാണാം? ചേഞ്ച് ഇൻ മൊമെന്റത്തെ ΔT കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. സോ ഞാൻ ΔP/ΔT എന്താണ്? നമുക്കറിയാം ഇവിടെ NMV⁻² ആണ് ആൻസറിൽ. NMV⁻² ഡിവൈഡഡ് ബൈ 1. അതെന്തുകൊണ്ടാണ് ഞാൻ 1 ഇട്ടത്? ഇവിടെ ഇൻ 1 സെക്കൻഡ്. അതെന്തുകൊണ്ടാണ് ഇവിടെ ഇടാനത്? കാരണം ഇവിടെ അങ്ങനെ ഒരു ക്വാണ്ടിറ്റി ഉണ്ട്, ഇവിടെ അങ്ങനെ ഒരു ക്വാണ്ടിറ്റി ഇല്ല. സോ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ NMV⁻² അവിടെ മാഗ്നിറ്റ്യൂഡ്. ഇവിടെ യൂണിറ്റ് ആയതുകൊണ്ടാണ് ഇത് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് നേരിട്ട് എന്ത് ചെയ്യാം? ഫോഴ്സ് എന്ന് എഴുതാം. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരിട്ടത്. നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. സോ NMV⁻² ആണ്. ΔP/ΔT എന്ന് പറയുന്ന ഫോഴ്സ് ആണ്. അതെന്തായി മാറും? ഞാൻ ഈ 1 ഒഴിവാക്കുകയാണ്. അതിനെന്താണ്? NMV⁻². ഇനി ഫോഴ്സിന് എങ്ങനെ നമുക്ക് പ്രഷർ കാണാം?
ഫോഴ്സിനെ ഞാൻ ഏരിയ കൊണ്ടായിരിക്കും. ഇനി യൂണിറ്റ് ഏരിയ, ഈ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ്, അല്ലെങ്കിൽ ത്രസ്റ്റ് പെർ യൂണിറ്റ് ഏരിയ ആണ് പ്രഷർ. ഇപ്പോൾ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ് എന്ത്, യൂണിറ്റ് ഏരിയ ആയതുകൊണ്ട് NmV²/1 എന്നല്ലേ വരിക, NmV²/1 യൂണിറ്റ് ഏരിയ ആയതുകൊണ്ട്. സോ ഈ 1നെ നമ്മൾ കാണിക്കേണ്ട ആവശ്യമില്ല. സോ പ്രഷർ എന്തായി മാറി, NmV² എന്നായി മാറി. ഞാൻ ചോദിക്കട്ടെ, മൊത്തത്തിൽ നമുക്ക് 3 ആക്സിസ് ഉണ്ട്. നമ്മളിവിടെ ഏത് ആക്സിസ് കൺസിഡർ ചെയ്തിട്ടുള്ളത്, എക്സ് ആക്സിസ് ആണ്. അപ്പം എലോങ് എൻ ആക്സിസിന്റെ പകരം ഞാനിവിടെ കൺസിഡർ ചെയ്തിട്ടുള്ള ഏത് ആക്സിസ് ആണ്, എക്സ് ആക്സിസ്. ഇവിടെ എക്സ് ആക്സിസ് അല്ലേടാ, മൊത്തത്തിൽ 3 ആക്സിസ്. ഇപ്പൊ മോളിക്യൂൾ ഏത് ആക്സിസിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്, എക്സ് ആക്സിസിലൂടെ. മൊത്തത്തിൽ 3 ആക്സിസ്, അതിൽ ഒന്നിലൂടെ പോവാന്ന് എങ്ങനെ പറയാ, 1/3 എന്നല്ലേ പറയാ. 1/3, ടോട്ടൽ 3 ഒന്നിലൂടെ പോകുന്നത്. ബാക്കിയുള്ളത് എന്താണ്, NmV². ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, പ്രഷറിനെ ഞാൻ ഇവിടെ എന്താണ്, യൂണിറ്റ് ആണ്. ഇതെന്താണ്, യൂണിറ്റ് ക്യൂബാണ് വരിക. ഇതെന്താണ്, ΔV കൊണ്ട് ഇതാക്കി കഴിഞ്ഞാലും യൂണിറ്റ് സൈഡ് ആയതുകൊണ്ട്, യൂണിറ്റ് സൈഡ് ആയതിനാൽ എന്താ വരിക, ΔV1 തന്നെയാണ് വരിക. ΔV എന്തെന്നെ വരിക, 1 തന്നെയാണ് വരിക. അപ്പൊ P/1 P. സോ ഈ NM/V എന്താ വരിക, NM/V. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്, M എന്ന് പറഞ്ഞാൽ മാസ്. നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻറ്റു മാസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ മാസ് ഓഫ് ദി സിസ്റ്റം ആണ്. ടോട്ടൽ മാസ് ഡിവൈഡഡ് ബൈ വോളിയം എന്താണ്, റോ ആണ്, അഥവാ ഡെൻസിറ്റി ആണ്. സോ ഞാൻ ഇവിടെ എന്താണ് 1 ആണ്, അതിനെ ഞാൻ കാണിക്കുന്നില്ല. സോ അവിടെ എന്താ വരിക, NM/V എന്ന് പറഞ്ഞാൽ എന്താണ്, റോ ആണ്. 1/3 റോ, 1/3 അതുപോലെ എഴുതി. NM/V എന്താണ്, റോ ആണ്, V². സോ ഇതാണ് നമ്മുടെ പ്രഷറിന് വേണ്ടിയുള്ള ഇക്വേഷൻ. സോ ഇതിൽ നിന്ന് കൈനറ്റിക് എനർജി കാണാനൊക്കെ ഉണ്ട്. സോ ഇതുമായി ബന്ധപ്പെട്ട പല ഡെറിവേഷൻസ് ഞാൻ ഇനിയും വരുന്നതാണ്. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ആ ലൈക്ക് ഒന്ന് അടിച്ചേക്ക്. നമ്മൾ പുതിയ കൺസെപ്റ്റായിട്ട് വന്നതാണ്, സ്റ്റഡി വിത്ത് സ്റ്റുഡൻറ്റ് എന്ന കൺസെപ്റ്റാണ്. അപ്പം സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സോ താങ്ക് യു.